പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും അനുമോദിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അങ്കണവാടി ജീവനക്കാർക്ക് യാത്രയയപ്പും നൽകി. കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതി നിർവഹണത്തിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു. ഇതിനു സഹായിച്ച ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും ബ്ലോക്ക് പഞ്ചായത്ത് അനുമോദിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന 14 അങ്കണവാടി അധ്യാപകർക്ക് ചടങ്ങിൽ യാത്രയയപ്പും നൽകി. പ്രസിഡന്റ് PAM ബഷീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. PV ഷീല, മാമച്ചൻ ജോസഫ്, ജെസി സാജു, ജോമി തെക്കേക്കര, സാലി ഐബ്, ജെയിംസ് കോറമ്പേൽ, ആനീസ് ഫ്രാൻസിസ്, നിസാമോൾ ഇസ്മായിൽ, TK കുഞ്ഞുമോൻ, ലിസി ജോസഫ്, ഡോക്ടർ S അനുപം, ധന്യ S ജനാർദ്ദനൻ, ജിഷ ജോസഫ്, MB എൽദോസ്, ഡോക്ടർ അനില ബേബി, ഡോക്ടർ PS ശ്രീദേവി, എൽദോസ് പോൾ, KR രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്ത് ഒരു വേറിട്ട ഒരു ബ്ലോക്ക് പഞ്ചായത്ത്. 10 പഞ്ചായത്തുകളുള്ള ദീർഘദൂര പരിധിയുള്ള വലിയ ജനസാന്ദ്രതയുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ, പ്രത്യേകിച്ച് കുട്ടമ്പുഴ പഞ്ചായത്ത് അടങ്ങുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പദ്ധതി നിർവഹണം എന്നും പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ ഷീല CDPOമാർ ഉൾപ്പെടെ 2 CDPOമാരുണ്ട്, മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥരുടെ ഒക്കെ ആത്മാർത്ഥമായ ശ്രമമായിട്ടാണ് നമുക്ക് ഈ സാമ്പത്തിക വർഷം ഈ സംസ്ഥാനത്ത് ഒന്നാമത് ബ്ലോക്ക് പഞ്ചായത്തായി മാറാൻ കഴിഞ്ഞിട്ടുള്ളൂ. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും ഒക്കെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഇത്രയേറെ അംഗൻവാടികൾ സ്മാർട്ടാക്കി എന്ന് പറയുമ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ CDPOമാർ അതിന് തയ്യാറാകുന്നില്ല, വലിയ ഓഡിറ്റ് ഒബ്ജക്ഷനൊക്കെ അതിൽ വരാൻ സാധ്യതയുണ്ട്, വലിയ പ്രശ്നങ്ങൾ അതിലുണ്ട് എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഭരണസമിതിയോടൊപ്പം നിന്നുകൊണ്ട് പിന്നീട് വന്നിട്ടുള്ള CDPO ജിഷ ഉൾപ്പെടെയുള്ളവർ, ഇതിനു മുമ്പിരുന്ന പിങ്കി മാഡം ഉൾപ്പെടെയുള്ളവർ വളരെ ആത്മാർത്ഥമായി ബ്ലോക്ക് പഞ്ചായത്ത് അതിലൊരു തട്ടിപ്പും കാണിക്കില്ല, ആ ഉദ്യോഗസ്ഥരോടൊപ്പം നിലനിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിന്റെ ഫലമായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനത്തോടൊപ്പം ഈ കഴിഞ്ഞ 3 വർഷക്കാലവും ഏകദേശം 100-150ഓളം അംഗൻവാടികൾ ഇപ്പോൾ സ്മാർട്ടാക്കി കഴിഞ്ഞു. ഇനിയും നമുക്ക് ഈ സ്മാർട്ട് അംഗൻവാടികൾ പൂർത്തീകരിക്കാനുണ്ട്. KCV ന്യൂസ്, കോതമംഗലം.